മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ നട്ട നിത്യവഴുതനയൊക്കെ പടർന്ന് അത് പടർത്താറൊക്കെ ആയി വരികയാണ്. ഓണത്തിന് കായ്കൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കൃഷിരീതിയാണ്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പടർത്തൽ രീതി, അതായത് പന്തൽ എന്ന് വേണം നമുക്ക് പറയാം. പന്തൽ എന്ന് പറയുമ്പോൾ ഈ രീതിയല്ല മേളിലോട്ട് പടർത്തുന്നതാണ് ഇത്, പക്ഷേ ഇങ്ങനെ പടർത്തുന്നതാണ്, മതിൽ പോലെ പടർത്തുന്ന രീതിയാണ്. അപ്പം ആ പടർത്തുന്ന രീതിയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പം നമ്മൾ 3 കമ്പ് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടു. 3 കമ്പ് നമ്മളിങ്ങനെ കുഴിച്ചിട്ടു. അപ്പം ഈ കമ്പുകളെ കുഴിച്ചിടാൻ നമ്മൾ ചെയ്യുന്ന മാർഗം എന്ന് പറഞ്ഞാൽ, കമ്പുകൾ ചെയ്യാൻ നമ്മൾ കുഴിച്ചിടുന്ന മാർഗം, കമ്പുകൾ കുഴിച്ചു വെക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു കമ്പി എടുക്കുക, ഇതേപോലെ ഒരു പൈപ്പിൻ്റെ കമ്പി എടുക്കുക. ഈ കമ്പി നമുക്ക് എവിടെയാണോ കമ്പ് കുഴിച്ചിട്ടുണ്ടായി അവിടെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ താഴ്ത്തുക, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വലിച്ച് താഴ്ത്തി. അപ്പം നല്ല ഒരു നമുക്ക് എത്രമാത്രം താഴ്ച വേണോ അത്രയും താഴ്ചയാവുന്നുണ്ടേ നമ്മളിത് ഊരിയെടുക്കുക. ഊരിയെടുത്ത് ഇതിനകത്ത് കയറുന്ന മണ്ണ് കണ്ട് ഇങ്ങനെ അടിച്ചാൽ ആ മണ്ണങ്ങ് പോകും. അപ്പം അതിനകത്തോട്ട് ഈ കമ്പ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറപ്പ് കിട്ടും, നല്ല രീതിയിൽ ഉറപ്പ് കിട്ടും. ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. കുന്താലി കൊണ്ട് കുഴിയെടുത്ത് നമ്മൾ കമ്പ് കാലുകൾ കുഴിച്ചിട്ടാൽ അത് ബലം കിട്ടത്തില്ല, അത് പിഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇഴക്കയറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇഴക്കയർ പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒരു സംഗതിയാണ് ഇഴക്കയർ. ഈ ഇഴക്കയറെടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടി. ഇനി എന്താണ് നമ്മൾ ഇനി എങ്ങനെയാണ് കെട്ടുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിത്യവഴുതന പടർത്താനുള്ള ആ പടർപ്പ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ കുത്തി കൊടുത്തിരിക്കുന്ന ഈ കമ്പ് ഇങ്ങനൊന്ന് മുട്ടിച്ചു കൊടുക്കുക, ഒറ്റ ജോലിയേ ഉള്ളൂ. ഇനി ഇതാ അങ്ങ് പടർന്നോളും. പിന്നെ മറ്റൊരു പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ മേൽപ്പന്തൽ കെട്ടി കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പം ഇപ്പോഴതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് വെച്ചാൽ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇഴജന്തുക്കൾ, പ്രത്യേകിച്ചും പാമ്പുകൾ വളരെയധികം ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പാമ്പുകൾക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന തീറ്റ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വയലുകളിലൊക്കെ നെൽവിത്തൊക്കെ വിതയ്ക്കുന്ന സമയങ്ങളിൽ വയലുകളിലൊക്കെ ധാരാളമായ തവളകളും അതുപോലെ തന്നെ മറ്റ് ചെറു മത്സ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തവളകളോ ചെറു മത്സ്യങ്ങളോ തവള കുഞ്ഞുങ്ങളോ പോലും വയലുകളിലും തോടുകളിലൊന്നുമില്ല. കാരണം വിഷങ്ങളൊക്കെ അടിച്ച് വിഷങ്ങളൊക്കെ അടിക്കുകയും അതുപോലെ വയലുകളൊക്കെ നികത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഇഴജന്തുക്കൾക്ക് തീറ്റ ലഭ്യമല്ലാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പയറിനും പാവലിനും ഒക്കെ പന്തലിടുമ്പോൾ
ആ പന്തലിൽ വരുന്ന ഷഡ്പദങ്ങളെയൊക്കെ കഴിക്കാൻ വേണ്ടി ഇഴജന്തുക്കൾ അതിൽ വന്നു കൂടുകയും നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇതിനെയൊന്നും നമുക്കിപ്പോൾ കൊല്ലാൻ പറ്റത്തില്ല. കൊന്നു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. മൃഗങ്ങളെ കൊല്ലം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവർ, പഴങ്ങൾ പച്ചക്കറികളെ കൃഷി ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് വളർത്തുന്നതാണ് നല്ലത്. ഇതേ തന്നെ ഇത് പടർന്നു കയറി ധാരാളമായ കായ്ഫലം നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പം പറിച്ചെടുക്കാൻ നമ്മുടെ ഹൈറ്റുണ്ട്, പറിച്ചെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇഴജന്തുക്കൾ വല്ലതും വന്നിരിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഇഷ്ടം പോലെ ഇതിന് കിട്ടും, വളമിടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ സാധിക്കും. ഇതിപ്പം കുറച്ച് സമയം കൊണ്ടാണ് ഈ ഒരു പടർത്താനുള്ള സംവിധാനം ശരിയാക്കിയത്. നമ്മുടെ അയ്യത്ത് നിൽക്കുന്ന കമ്പുകളും കൊച്ചു വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ കഴിയുന്ന ഇടക്കയർ ഞാനിവിടെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഇത് കുറേ കഴിഞ്ഞ് ഇത് മണ്ണിൽ തന്നെ ലയിച്ച് തരും. പ്ലാസ്റ്റിക് കയറാവുന്നതിന് അത് പൊട്ടി പോയി നമ്മൾ വാരിക്കൊണ്ട് കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ കുറേ കാലം നിൽക്കും, ഒരു 2-3 കൊല്ലം കഴിഞ്ഞെങ്കിലേ ഇത് പൊട്ടിപ്പോത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ പ്രിയമുള്ളവരെങ്കിലും ഇഷ്ടമെങ്കിൽ ഈ അറിവുകൾ പങ്കുവയ്ക്കാനും, അതുപോലെ തന്നെ കൃഷിയെ ഇഷ്ടമാണെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഈ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ദയവായിട്ട് ആദ്യമായിട്ട് ആണ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.